എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ചതയം നക്ഷത്രമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ് ഇന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്കതൊരു സപ്പോർട്ടായിരിക്കും. അതോടൊപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള ഒന്നാമത്തെ കാര്യം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ചൊല്ലുക. ഒരു വ്യാഴാഴ്ച തുടങ്ങി ദിവസവും ചൊല്ലുക എന്നുള്ളതാണ്. അത് നമ്മുടെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ലഭ്യമാണ്. അതിൻ്റെ ചെറിയ ബുക്കുകളും കുറഞ്ഞ പൈസക്ക് ചെറിയ ബുക്കും ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദിവസവും ഈ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ചൊല്ലുക. വ്യാഴാഴ്ചകളിലല്ല, ഒരു വ്യാഴാഴ്ച തുടങ്ങി ദിവസവും ചൊല്ലുന്നത് നല്ലത്. രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞ് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമല്ലെങ്കിൽ വൈകുന്നേരം വിളക്കൊക്കെ വെക്കുമെങ്കിൽ നിലവിളക്കിൻ്റെ മുന്നിലിരുന്ന് ചൊല്ലാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിച്ച് ശുദ്ധമായി ചൊല്ലാം. വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറേക്കോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാം. അപ്പോൾ കുലദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ അനുഗ്രഹം നന്നായിട്ട് വേണമെന്ന് മനസ്സിൽ വിചാരിക്കണം. അതുപോലെ ഗണപതിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് നല്ല രീതിയിൽ ധ്യാനം കഴിച്ച് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഈശ്വരാധീനം നിങ്ങളെ വിട്ടു പോവില്ല. ഇപ്പോൾ ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഈശ്വരാധീനം ഉണ്ടാവും. ഏതൊരു കാര്യത്തിലും നമുക്ക് സർവ്വകാര്യങ്ങളിലും വിജയവും ആഗ്രഹസാഫല്യവും ഉണ്ടാവുന്നതിന് ഈശ്വരാധീനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നല്ലൊരു വഴിത്തിരിവുണ്ടാക്കും. അപ്പോൾ ഇത് നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് ഐശ്വര്യം ജീവിതത്തിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നതിനും ഇത് നല്ലതാണ്. പെട്ടെന്നൊന്നൊരു ഫലം പ്രതീക്ഷിക്കരുത്. എന്നാലും തുടർച്ചയായ നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊരു നമുക്ക് ഗുണം കിട്ടി തുടങ്ങുന്നതാണ്. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അയ്യപ്പ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിൽ നിങ്ങൾ ശനിയാഴ്ചകളിൽ പോയിട്ട് ഒരു 5 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക. അവിടെ നെയ്യ് തെളിയിക്കുന്നതും വളരെയധികം നല്ല കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ പൊതുവേ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അയ്യപ്പ ക്ഷേത്രം അടുത്തില്ലാത്തവർ ഹനുമാൻ ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു വെറ്റിലമാല ചാർത്തുക. ഈ 2 ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തു വരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ജീവിതത്തിൽ ഐശ്വര്യം നല്ല രീതിയിൽ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഗുണങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള മാറ്റം നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക.